നേവി SSRലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്ന ദേവാനന്ദന് AFPTയുടെ കൺഗ്രാജുലേഷൻസ് അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. അപ്പം എങ്ങനെയായിരുന്നു ഈ നേവിയിലേക്കുള്ള ഒരു എൻട്രി, അതിനെ കുറിച്ചൊക്കെ ഒന്ന് മോൻ പറയാം. എനിക്ക് 10ാം ക്ലാസ് തൊട്ട് ഡിഫൻസ് മേഖലയിലോട്ടൊക്കെ നല്ല താല്പര്യമായിരുന്നു. അതിനും 10ാം ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞപ്പോഴത്തേനും പത്രത്തിലൊരു ആഡ് കണ്ടിട്ടാണ് ഞാൻ AFPTയിലോട്ട് ചെന്ന് ചേരുന്നത്. അപ്പോൾ അവിടെ നല്ല ക്ലാസ്സും അക്കാഡമിക് ക്ലാസ്സും ഫിസിക്കൽ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കോവിഡും ലോക്ക്ഡൗണൊക്കെ കാരണം കുറേ ക്ലാസ് പോകാൻ പറ്റിയില്ല. പിന്നെ അതൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണെങ്കിലും +1 +2 ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ ക്ലാസ് പോകാൻ പറ്റിയില്ല. അത് ഞാൻ കോട്ടയം AFPTയിലായിരുന്നു വന്ന് ചേർന്നത്. അപ്പോൾ കുറേ നാൾ അവിടെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് തന്നെ പറഞ്ഞു ഇങ്ങനത്തെ റെസിഡൻഷ്യൽ ബാച്ച് ഉണ്ട്, ഇങ്ങനെ പത്തനംതിട്ട എലവന്തിട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്ന് ചേരുന്നത്. അവിടെ കുറേ നാൾ ട്രെയിൻ ചെയ്തൊരു 8 മാസം കൊണ്ട് തന്നെ എനിക്ക് ഇത് ജോലി കിട്ടി. അപ്പം AFPT ചേർന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ജോലി കിട്ടിയത്. പിന്നെ ഇനിയിപ്പം നേവി നിന്നിട്ടാണേലും എനിക്ക് BTech MTech എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ജോയിൻ ചെയ്ത സമയത്ത് ദേവാനന്ദിന് ഫിസിക്കലൊക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. അല്ലായിരുന്നു, ആദ്യം തൊട്ടേ എനിക്ക് ഭയങ്കര പാടായിരുന്നു അവിടെ ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ 5 മണിക്കൊക്കെ എണീക്കണം, 6 മണിയോടുകൂടി ഫിസിക്കലും തുടങ്ങും. അപ്പോഴത്തേനും മഴയാണേലും വെയില എന്തായാലും ഓടിക്കും അവര്. കഷ്ടപ്പാടൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെ നേവിയുടെ ഫിസിക്കലിന് പോയപ്പോഴാണ് എനിക്ക് ഉപകാരപ്പെട്ടത്. എക്സലന്റ് ഓടിക്കയറാൻ പറ്റി. അത് ഇവിടെ ആദ്യമൊക്കെ ഞാൻ പറയാൻ ഭയങ്കര പാടായിരുന്നു, ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരുന്നു പറയുമായിരുന്നു. എന്നാലും ഇവിടെ ചെയ്തതിൻ്റെ ഗുണമാണ് അവിടെ നേവി അവിടെ ഫിസിക്കൽ കിട്ടിയത്. ഫിസിക്കൽ കഴിഞ്ഞ് ഫ്രഷായി വരുമ്പോഴത്തേന് നേരെ അക്കാഡമിക് ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. അക്കാഡമിക് ക്ലാസ് 9:30 സ്റ്റാർട്ട് ചെയ്യും. അവിടെ സബ്ജക്റ്റ് വൈസ് വന്നിട്ടൊക്കെ പഠിപ്പിക്കുകയോ ചെയ്യും. മറ്റേ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആണെങ്കിലും ഇപ്പം എക്സാമിന് ഉപകാരപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യും. കാരണം AFPT ഏതൊരു പോസ്റ്റ് വന്നാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ പറഞ്ഞു തരുമോ, അത് അപ്ലൈ ചെയ്യാനുള്ള രീതി പറഞ്ഞു തരും. പിന്നെ ആ പോസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട പ്രത്യേക ട്രെയിനിങ് അവർ തരുകയും ചെയ്യും. ഇപ്പോൾ ഏത് പോസ്റ്റ് ആണെങ്കിലും ഇപ്പം അതിൻ്റെതായ ഫിസിക്കൽ ഉണ്ടാവും. അവരെ പ്രത്യേകം അവിടെ ട്രെയിൻ ചെയ്യുകയോ നമുക്ക് അക്കാഡമിക് ക്ലാസ് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അതുകൊണ്ടും അവിടുത്തെ ഫിസിക്കലും അക്കാഡമിക് ക്ലാസ് കൊണ്ടും മാത്രമാണ് എനിക്കിത് കിട്ടിയത്. അതൊക്കെ നേവിയുടെ ഇപ്പം റിട്ടേൺ എക്സാമിന് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ട്. ഇതേ ക്വസ്റ്റ്യനൊക്കെ വന്ന് എനിക്ക് സിമ്പിളായി. നേവിയുടെ എക്സാം ആണെങ്കിലും ഇതാണ് എൻ്റെ ഫാമിലി ഞാൻ പരിചയപ്പെടുത്താം. ഇത് അച്ഛനും അമ്മയും, പിന്നെ അച്ഛമ്മ, പിന്നെ ചേച്ചിയുടെ കുട്ടി, പിന്നെ എൻ്റെ അടുത്ത കൂട്ടുകാരി. ഇനി ദേവാനന്ദന്റെ ഫാമിലിക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, സാറിന്റെ പേരെന്താണ്? എൻ്റെ പേര് സുരേഷ്. സാർ എന്ത് ചെയ്യുന്നു? ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്, ഇവിടെ അടുത്ത് തന്നെ. അപ്പൊ എന്താണ് മകന്റെ ഈ വിജയത്തെ പറ്റി സാറിന്റെ അഭിപ്രായം? വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം 2020 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് AFPTയെ കുറിച്ച് നമ്മൾ അറിയുന്നതും അവിടെ ജോയിൻ ചെയ്യുന്നത്. കോട്ടയം AFPTയുടെ അവിടെയാണ് സെക്ഷനിലാണോ ജോയിൻ ചെയ്തത്. അപ്പോൾ അതിനുശേഷം പിന്നീടൊരു കൊറോണ കാലഘട്ടമായിരുന്നു. ഒരു 2 വർഷം അങ്ങനെ ഒരു മാന്ദ്യം ഉണ്ടായിരുന്നു, 1.5 വർഷം. അതിനുശേഷം +2ൻ്റെ പഠനത്തിന് ശേഷമാണ് 1 വർഷം നിന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അത് ഒരു വലിയൊരു നേട്ടമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ലൊരു ട്രെയിനിങ് ആ പീരീഡിലൂടെ കിട്ടി. ഫിസിക്കലും അതുപോലെ തന്നെ മറ്റുള്ള അക്കാദമിക് ക്ലാസ്സുകളും എല്ലാം നല്ലതുപോലെ കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ വിജയം കൈവരിക്കാനായിട്ട് ദേവാനന്ദന് സാധിച്ചത്. അതിനുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞങ്ങൾ ഫാമിലിയെ രേഖപ്പെടുത്തുകയാണ്. സന്തോഷം. അമ്മ പറഞ്ഞാട്ടെ, പേരെന്താണ്? എൻ്റെ പേര് ദീപ്തി. എന്ത് ചെയ്യുന്നു? ഞാൻ മുത്തൂറ്റ് വർക്ക് ചെയ്യുന്നു. ശരി. വിജയത്തിൽ വളരെ സന്തോഷമുണ്ട്. കൂടുതലൊന്നും പറയാനില്ല. അച്ചാമ്മ? സന്തോഷം. ഫ്രണ്ട്സിന് എന്താണ് ദേവാനന്ദനെ പറ്റി, ദേവാനന്ദനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഫ്രണ്ട്സിന്റെ അഭിപ്രായം? നല്ല സ്വഭാവമാണ്, സ്പോർട്സിലും എല്ലാത്തിലും നല്ല ആക്റ്റീവാണ് പുള്ളി. ഓക്കെ. പണ്ട് മുതലേ സ്പോർട്സിലും കാര്യങ്ങളൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ സ്കൂളിലാണേലും അല്ലാത്ത കാര്യങ്ങളിലെല്ലാം ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കും. നല്ല സ്വഭാവം, പിന്നെ നല്ല പെരുമാറ്റം. ഇത്രയും ഷോർട്ട് ടൈമിൽ എനിക്ക് നേവി SSR ജോലി കിട്ടിയതിൽ ഞാൻ AFPTക്കും അവിടുത്തെ സ്റ്റാഫുമാർക്കും ടീച്ചർമാർക്കും നന്ദി പറയുന്നു. അവിടുത്തെ ഫിസിക്കലും അക്കാഡമിക് ക്ലാസ്സും കൊണ്ട് മാത്രമാണ് എനിക്ക് ജോലി കിട്ടിയത്. എന്നെപ്പോലെ ഡിഫൻസ് ജോലി ആഗ്രഹിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ AFPTയിൽ നിന്ന് ചേരുക. അവിടുത്തെ അക്കാഡമിക് ക്ലാസ്സിലാണേലും ഫിസിക്കൽ ക്ലാസ്സിലാണേലും റെഗുലറായിട്ട് പോവുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിഫൻസ് ജോലി നിങ്ങൾക്ക് കിട്ടും.